നമസ്കാരം. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ആരും അവനവനെ അല്ലാതെ ആരെയും സ്നേഹിക്കുന്നില്ല. അമ്മമാർ പോലും തൻ്റെ കുഞ്ഞുങ്ങളെ പണ്ടത്തെ പോലെ സ്നേഹിക്കുന്നുവെന്ന് സംശയമാണ്. അവരെ ഉപേക്ഷിക്കുകയും കൊലപ്പെടുത്താൻ പോലും അമ്മമാർക്ക് ഇന്ന് മടിയില്ലാതെ വന്നിരിക്കുന്നു. പണ്ടൊക്കെ സ്നേഹത്തിന് നിഷ്കളങ്കതയും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു. ഇന്നതുണ്ടോ എന്ന് വളരെ സംശയമാണ്. ബന്ധങ്ങൾക്ക് പണ്ട് കാലത്ത് കെട്ടുറപ്പുണ്ടായിരുന്നു, ഊഷ്മളത ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ അമ്മയും അച്ഛനും മക്കളും മറ്റുള്ള വേണ്ടപ്പെട്ടവരുമെല്ലാം എത്ര സ്നേഹത്തോടെയും സൗഹൃദത്തിലുമാണ് കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ എവിടെയും സ്വാർത്ഥതയാണ് മുന്നിട്ട് നിൽക്കുന്നത്. നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ദുഃഖം വരുമ്പോൾ പങ്കുചേരാൻ നമുക്ക് ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവർ പോലും കാണുകയില്ല. സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല എന്ന് പറയുമല്ലോ. അതുപോലെ തന്നെ ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്ന് നിർണയം എന്ന് എഴുത്തച്ഛനും പറയുന്നുണ്ട്. ഇതറിഞ്ഞു വേണം നാം ദുഃഖമുണ്ടാക്കുന്ന സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്. നമുക്ക് ഒരു സഹായം ആവശ്യമുള്ളപ്പോഴാണല്ലോ ബന്ധുക്കൾ നമ്മെ സഹായിക്കേണ്ടത്. ശ്രീരാമ പരമഹംസർ പറയുന്നത് ഈശ്വരൻ മാത്രമേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ എന്നും ബന്ധുക്കളൊക്കെ ആപത്തിൽ നമ്മളെ സഹായിക്കാൻ ഒട്ടും തയ്യാറാവുകയില്ല എന്നുമാണ്. ഇങ്ങനെ അദ്ദേഹം ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അതിൽ ഒരു ശിഷ്യന് ഇതിൽ വളരെ സംശയം തോന്നി. അങ്ങനെയല്ല, ആപത്തിൽ സഹായിക്കാൻ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ ഉണ്ടാകുമെന്ന് ആ ശിഷ്യൻ സമർത്ഥിക്കാൻ ശ്രമിച്ചു. തൻ്റെ അച്ഛനമ്മമാർക്കും ഭാര്യയ്ക്കുമൊക്കെ തന്നോട് എത്രയോ സ്നേഹമാണ് എന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു ഗുളിക തരാം. നീ വീട്ടിൽ ചെന്ന് കട്ടിലിൽ കയറി കിടന്ന് ഈ ഗുളിക കഴിക്കണം. ഏതാനും നിമിഷങ്ങൾക്കകം നീ മരിച്ച പോലെ ആകും, നിൻ്റെ ശരീരം നിശ്ചലവുമാകും. എന്നാൽ നീ വാസ്തവത്തിൽ മരിക്കുകയില്ല. നിനക്ക് ഈ നടക്കുന്നതൊക്കെ കാണാനും കേൾക്കാനും കഴിയും. എന്താണ് സംഭവിക്കുന്നതെന്ന് നിനക്ക് ശരിക്കും മനസ്സിലാക്കാനുള്ള ഉള്ളിൽ ബോധമുണ്ടാകും. ഗുരു ഉപദേശിച്ചതനുസരിച്ച് ശിഷ്യൻ വീട്ടിൽ ചെന്ന് കട്ടിലിൽ കയറി കിടന്ന് ഗുളിക കഴിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം അയാളുടെ ശരീരം നിശ്ചലമായി, ജീവനില്ലാത്തതുപോലെ വെറും ജഡമായി തീർന്നു. മരിച്ചു കിടക്കുന്ന ഭർത്താവിനെ കണ്ട് ഭാര്യ അലമുറയിട്ട് കരഞ്ഞു. പുറകെ മാതാപിതാക്കളും സങ്കടം സഹിക്കവയ്യാതെ നെഞ്ചത്ത് അലച്ച് ആർത്ത് കരഞ്ഞു. ബന്ധുക്കളും ദുഃഖത്തിൽ പങ്കുചേരാൻ ഒട്ടും പിശുക്ക് കാണിച്ചില്ല. അവരും വന്ന് ഈ ദുഃഖത്തിൽ പങ്കുചേർന്ന് സമാശ്വസിപ്പിച്ചു. അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും കൂടി മൃതദേഹം പുറത്തേക്കെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പക്ഷേ കട്ടിലോടുകൂടി മൃതദേഹം പുറത്തേക്കെടുക്കാൻ സാധിക്കുന്നില്ല. ഒന്നുകിൽ കട്ടിൽ തല്ലി പൊളിക്കണം, അല്ലെങ്കിൽ വാതിൽ കട്ടിള പൊളിക്കണം, എങ്കിലേ ശരീരം പുറത്തേക്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത്രക്കിടുങ്ങിയതായിരുന്നു ആ കട്ടള. അപ്പോൾ ഒരാൾ വന്ന് മഴു കൊണ്ടുവന്ന് ഈ കട്ടള വെട്ടിപ്പൊളിക്കാൻ തുടങ്ങി. ഭാര്യയുടെയും മാതാപിതാക്കളുടെയും ഒക്കെ കരച്ചിൽ പെട്ടെന്ന് നിന്നു. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഈ കട്ടിള തല്ലിപ്പൊളിക്കാൻ പറ്റില്ല. അവർ എന്ത് ചെയ്താൽ അതിന് സമ്മതിച്ചില്ല. പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ശവശരീരം കഷ്ണങ്ങളാക്കുക. അതിന് ഭാര്യയും മാതാപിതാക്കളും എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. തീരുമാനം നടപ്പാക്കാനുള്ള ശ്രമം തുടങ്ങി. അപ്പോൾ മൃതശരീരം എഴുന്നേറ്റു.
അയാൾ അതുവരെ കണ്ടതും കേട്ടതുമൊക്കെ എന്തൊക്കെയാണെന്നോർത്ത് അയാൾ അത്ഭുതപ്പെട്ടു, വല്ലാതെ സങ്കടപ്പെട്ടു. എല്ലാവരും സ്വാർത്ഥരാണെന്നും കാര്യസാധ്യത്തിന് വേണ്ടിയാണ് സ്നേഹം അഭിനയിക്കുന്നതെന്നും അയാൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഗുരു പറഞ്ഞതിൻ്റെ തത്വം അയാൾ ശരിക്കും മനസ്സിലാക്കി. എപ്പോഴും ആശ്രയമായിട്ടുള്ളത് പരമ്പൊരുൾ തന്നെയാണ്. ആ മഹാശക്തിയുടെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള അവസരത്തിലായിരിക്കും. ബന്ധുക്കളൊക്കെ സ്നേഹം ഭാവിക്കുന്നത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. കാരണം ഗൃഹനാഥനാണല്ലോ അവർക്ക് ചിലവിന് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. ചുറ്റിലും നമുക്ക് വേണ്ടപ്പെട്ടവർ ഉണ്ടെന്നുള്ളതൊരു മിഥ്യാധാരണയാണെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലായി. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലല്ലോ. അതുപോലെ ശ്വാസോച്ഛ്വാസം ഉള്ളപ്പോൾ അതിൻ്റെ വിലയും നാം അറിയുന്നില്ല. ഇതെല്ലാം ഇല്ലാതാകുമ്പോഴാണ് ഇവയുടെ അനിവാര്യത നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നാം ദൈവകൃപയ്ക്കു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും. അതുവരെ ഞാൻ ആര് എന്ന ഭാവത്തിൽ ജീവിക്കും. ഉൽപ്പന്നമായത് നശിക്കും, അണുക്കൾ നിൽക്കും, ഉൽപ്പത്തി ലോകഗതി പോലെ വരും ജഗത്തിൽ. ഇങ്ങനെയും ഒരു ചൊല്ലുണ്ട്. ഇതനുസരിച്ച് ലോകാവസാനം വരെ ജീവനും ജീവിതവും തുടർന്നുകൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കാതെ ബന്ധങ്ങളെ ബന്ധനങ്ങളാക്കി ജീവിതത്തെ ദുരിതക്കയത്തിൽ ആക്കുകയാണ് നാം വാസ്തവത്തിൽ ചെയ്യുന്നത്. ബന്ധുക്കൾ ചിലപ്പോൾ ശത്രുക്കളാകാം, ശത്രുക്കൾ ചിലപ്പോൾ ബന്ധുക്കളുമാകാം. ചില ബന്ധുക്കൾ ഉറ്റവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലികഴിക്കുന്നവരുണ്ടാകാം. അങ്ങനെയും ചുരുക്കം ചിലരുണ്ട്. പക്ഷേ നാം എപ്പോഴും ജീവിക്കുമ്പോൾ ഇത് മനസ്സിലാക്കി നമ്മുടെ കാര്യം കൂടെ കുറച്ച് ശ്രദ്ധിച്ചു വേണം ജീവിക്കാൻ. അല്ലെങ്കിൽ നാം അപകടത്തിൽ ചെന്ന് ചാടിയേക്കും. സാക്ഷാൽ പരാശക്തി മാത്രമേ നമുക്ക് തുണയായിട്ടുള്ളൂ എന്ന് എപ്പോഴും നാം കരുതി ജീവിച്ചാൽ നന്ന്. ഒരു സിനിമാ പാട്ടുണ്ടല്ലോ, ശരിക്കും അതിൻ്റെ വരിയൊന്നും ഓർമ്മയില്ല. മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ ചിരിച്ചവർ കരയും, കരഞ്ഞവർ ചിരിക്കും. അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ വരികൾ. അതായത് ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് കരുതി ചിരിച്ചവരെല്ലാം കരയും. കുറച്ചുപേരെങ്കിലും ആത്മാർത്ഥ സ്നേഹമുള്ളവർ ചിലപ്പോൾ ചിരിച്ചെന്നും ഇരിക്കാം. ചിലരപ്പോൾ തന്നെ മരിക്കുകയും ചെയ്യും. ആധി കയറിയോ ഞാനിങ്ങനെയൊക്കെ കാണിച്ചത് ഇയാൾ കണ്ടല്ലോ എന്നുള്ള ആധിയിൽ അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്യും. ഇപ്പോൾ ആ മുൻപറഞ്ഞ ശിഷ്യൻ്റെ ബന്ധുക്കളുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. അവർ ഇത് കർത്തവ്യമൂഢരായി നിൽക്കുകയാണ്. ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ. ഇതാണ് ലോകത്തിൻ്റെ സ്ഥിതി, ബന്ധങ്ങളുടെ സ്ഥിതി. അതുകൊണ്ട് എപ്പോഴും ഈ ബന്ധങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മോചിതനായി ജീവിക്കുകയാണ് ബുദ്ധി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.